നിന്നെ മറക്കാൻ പറ്റുമോ മോനെ? നീ എന്ന് വന്നു? ജയിലിലോട്ട് കുറെ ആയി. ഇന്നാ ഇവിടെ വന്നു. വാ, നമുക്ക് എന്റെ പുറയിലേക്ക് പോവാം. വേഗം വറുത്തരച്ചു വെക്കണം. ഒരു മസാലക്കറി. നമുക്കൊരു വിരുന്നുകാരനുണ്ട്. ഈ അറിയോ ഇയാളെ? ഇന്നെ പെറാൻ വേണ്ടി ഉമ്മാനെ കയറ്റുകെട്ടിലേക്ക് കിടത്തി ഈ കാടും മലയും കയറി ഇറങ്ങി ആശുപത്രിയിൽ എത്തിച്ച ആളാ. മോളുടെ പേര് സൈനു. സൈനബാന മുഴുവൻ പേര്. പഠിക്കണോ? എഴുതാനും വായിക്കാനും പഠിപ്പിച്ച്. പിന്നെ ഇവിടെ വെക്കാനും വിളമ്പാനും ആള് വേണ്ടേ? ഇരിക്കും. വർഗീസിനെ പോലീസുകാർ പിടിച്ചുകൊണ്ട് പോയതിന് ശേഷം കുറെ നാളത്തേക്ക് ഞങ്ങൾ ആരും അന്നെ പുറത്തേക്ക് കണ്ടിട്ടില്ല. അക്കാലത്ത് പൈലിയും ചാക്കോച്ചനും ഒറ്റ കെട്ട. കൂട്ടത്തില് ഞാനും. നായാട്ടും വെടിയിറച്ചിയും കോഴിക്കോട്ട് പോക്കും ബഹു കുശിയായിരുന്നു. മാത്തുക്കുട്ടിക്ക് അന്നയെ കല്യാണം ആലോചിക്കുന്നത് അപ്പളാ. പക്ഷെ അന്ന സമ്മതിച്ചില്ല. അവൾ തീർത്ത് പറഞ്ഞ് അവൾക്ക് കല്യാണം വേണ്ട. ഒടുവിൽ പൈലി എന്നോട് പറഞ്ഞ് കാതിർക്ക അവളെ ഒന്ന് ഉപദേശിക്കണോ. കാതിർക്ക, ഇതുവരെ ഞാൻ എന്റെ ചേട്ടൻ പറഞ്ഞ അനുസരിച്ചിട്ടേ ഉള്ളൂ. ഇക്കാര്യത്തിൽ മാത്രം ആരെയും നിർബന്ധിക്കരുത്. മോളെ, നിനക്കറിയാമല്ലോ, ചാക്കോച്ചനും നിന്റെ ആങ്ങളെ പൈലിയും പങ്കിനാണ് ആ മല വാങ്ങിയതെന്ന്. ഉള്ള പൈസ മുഴുവൻ അതിനു വേണ്ടി ചെലവാക്കിയിരിക്കുകയാണ്. ആ നിലയ്ക്കിപ്പോ അവര് കൊണ്ടുവന്ന ഈ കല്യാണക്കാര്യം നമ്മളായിട്ട് വേണ്ടാന്ന് പറഞ്ഞ ആകെ കുഴപ്പത്തിലാവും. നമ്മുടെ തറവാടടക്കം എല്ലാം വിറ്റുപെറുക്കി കിട്ടിയ കാശ ചാക്കോച്ചന്റെ കയ്യിൽ കിടക്കുന്നത്. അതുകൂടെ നഷ്ടപ്പെട്ട പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഈ കുഞ്ഞുങ്ങളുടെ കാര്യമൊന്നും ഓർത്തേ. എന്റെ മക്കളെ വഴിയാധാരമാക്കരുത്. ജീവപര്യന്തം തടവിന് ശിക്ഷിച്ച് ജയിലിൽ കിടക്കണ ഒരുത്തന് വേണ്ടി നീ ഇനി കാത്തിരുന്നിട്ട് എന്താ മോളെ കാര്യം? പടച്ചോൻ നമുക്കത് വിധിച്ചിട്ടില്ല. നീ ഇതങ്ങ് സമ്മതിക്കും. ഈ കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടി. അങ്ങനെ എല്ലാവരും കൂടി നിർബന്ധിച്ച് അവളെ കൊണ്ട് അത് സമ്മതിപ്പിച്ചു. കല്യാണം നടന്നത് അങ്ങനെയാണ്. അത് കഴിഞ്ഞ് ചാക്കോച്ചന്റെ പെരുമാറ്റത്തിന് കുറേശ്ശെ മാറ്റം തുടങ്ങി. മലയിലെ കാര്യങ്ങളെല്ലാം മൂപ്പര് നേരിട്ട് നടത്തി. ഭൂമിയുടെ വിലയായി ഇല്ലത്തേക്ക് കൊടുക്കേണ്ട പണത്തിന്റെ അവധിയും കഴിഞ്ഞു. അതിന് വേറെ വഴിയില്ലാഞ്ഞ് മലയിലെ മരത്തിനെല്ലാം കച്ചവടം ഉറപ്പിച്ച് ഞാനും പൈലിയും കൂടി ചാക്കോച്ചന്റെ പുറയിലേക്ക് ചെന്നു. ഏത് മരത്തിന്റെ കാര്യമായി പറയുന്നേ? നമ്മുടെ മലയിലെ. ഓ, നമ്മുടെ മല. ഇല്ലത്തെ പണം കൊടുക്കാൻ എത്ര പ്രാവശ്യം പൈലെടുത്ത് ആളെ വിട്ടു. അവധി കഴിഞ്ഞപ്പോ അവർ ഭൂമി വേറെ ആമ്പിള്ളേർക്ക് വിറ്റു. ആർക്ക് കൊടുത്തെന്ന് താനത് അന്വേഷിക്കണ്ട. എനിക്കറിയണം. തന്റെ വീട് സമയത്ത് കിട്ടാത്തോണ്ട് ഞാൻ വേറെ പങ്കാളിച്ചത് വാങ്ങിച്ചു. ഇനി ആരും അവകാശത്തിന് വരണ്ട. ഞാൻ വരും. കുറുപ്പച്ചന്റെ ഓടച്ചേർത്ത് എന്റെ പണം കൊടുത്താ വാങ്ങിച്ചത്. ആ ഭൂമിയിൽ എനിക്കുണ്ട് അവകാശം. അത് ചത്തു കുറുപ്പച്ചനോട് ചോദിക്കും. ആദ്യമായിട്ട് ഇല്ലത്ത് മുൻകൂർ കൊടുത്ത 5000 രൂപ അതെന്റേതല്ലായിരുന്നു. താൻ കണക്ക് പറയാമെന്നല്ലേ? എനിക്കും പറയാനുണ്ട് ഒരു കണക്ക്. തന്റെ പെങ്ങളെ ഒരുത്തി അവിടെ കെട്ടിച്ചുകൊണ്ട് നിർത്തിയിട്ടുണ്ടല്ലോ. അവളുടെ അപ്പന്റെ വസ്തു വിറ്റ വകയില് അവർക്ക് വലിയ അവകാശം. അന്നക്കുട്ടി പറഞ്ഞപ്പോഴാ ഞാൻ കാര്യം മനസ്സിലാക്കിയേ. ഒന്നുകളഞ്ഞ് ആണുങ്ങൾ സംസാരിക്കുന്ന തിരക്കിലടി കാര്യം. താൻ എന്ത് നക്കാപ്പിച്ച സ്ത്രീധനമാണ് അവർക്ക് കൊടുത്തത്? ചാക്കോച്ച, 1 രൂപ പോലും സ്ത്രീധനം വേണ്ടെന്നല്ലേ താനന്ന് പറഞ്ഞത്. എന്നിട്ടും പൈലി സമയത്താ തനിക്കെന്താ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ? പൈലി, എനിക്ക് മാത്തുക്കുട്ടി കൂടെ വേറെ 2 കുട്ടികളുണ്ട്. അവരെ ഹോസ്റ്റലിലേക്ക് പഠിപ്പിക്കാൻ പണത്തിന് ചെലവുണ്ട്. ബന്ധുക്കാരാന്ന് പറഞ്ഞിട്ട് ചുമ്മാ അങ്ങനെ പങ്കുചേരാനൊന്നും പറ്റില്ല. ചാക്കോച്ച, എന്നോട് ഈ ചതി ചെയ്യരുതായിരുന്നു. ഈ സ്വത്തിനു വേണ്ടി ഞാൻ എന്തുമാത്രം ശ്രമിച്ചിട്ടുണ്ടെന്ന് നിനക്കറിയാമോ? അന്നക്കുട്ടിയുടെ ഇഷ്ടം നോക്കാതെ അവളെ ഇങ്ങോട്ട് ഇറക്കി വിട്ടതുപോലും ഇത് നഷ്ടപ്പെട്ടിരുന്നു കരുതിയ. ബുദ്ധി ഉറയ്ക്കാത്ത എന്റെ 2 പൊന്നു മക്കളെ മുന്നിൽ നിർത്തിയാണ് ഞാൻ ഈ കടുങ്കൈ ചെയ്തത്. എന്നിട്ട് നീ ഞങ്ങളെ ചതിച്ചു, പിടിച്ചു പറിച്ചു. ചാക്കോച്ച,
നീ ഇത് അനുഭവിക്കും. സ്വസ്ഥതയോടെ നീ ജീവിക്കില്ല. ഇതിന്റെ കൂലി നിനക്ക് ദൈവം തരും. കണ്ടോ, ഞാനില്ലെങ്കിൽ എന്റെ മക്കളുടെ മുന്നിൽ ഈ സ്വത്തും മുതലും നിന്റെ ജീവൻ പോലും കടപ്പെടും. ചേട്ടാ, അവിടുത്തെ അപ്പച്ചൻ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ അറിഞ്ഞതേയല്ല. എന്നോട് പിണക്കം തോന്നരുത്. എന്റെ പൊന്നു ചേട്ടാ, ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. അന്നെ, നീ എന്റെ പെങ്ങളാടി. സ്വത്തും മുതലും പോയതിലല്ല, നിന്നെ ഈ ദുഷ്ടന്മാരിടയിലേക്ക് ഇറക്കി വിട്ടതില്ല ഇപ്പൊ ഈ ആങ്ങളയ്ക്ക് സങ്കടം. നീ പോ. എന്താ, കുറച്ചിരിക്കണം? വേണ്ട, ഒന്നുമില്ല. പെങ്ങളെ സൽക്കരിക്കാതെ വിടില്ലെന്ന് ഞാൻ കരുതി. എന്താ പെട്ടെന്ന് മടങ്ങി? മറിയേ, ഒരു വെള്ളം എടുക്ക്. പൈലി, കുഞ്ഞുപോലെ പാപ്പച്ച, മക്കളെ, പൈലി. പൈലി പോയതിനു ശേഷം ആ കുടുംബം അനാഥമായി. ഓന്റെ കെട്ടിയോള് വളരെ കഷ്ടപ്പെട്ട ആ 2 കുട്ടികളെ വളർത്തിയത്. അന്ന് ഓടച്ചാർത്തിന് പണം കൊടുത്തതിന് രേഖയൊന്നും വാങ്ങിയിരുന്നില്ലേ? ഏത് ഓടച്ചാർത്ത്? ആര് പണം കൊടുത്തു? കുറുപ്പച്ചന് കൊടുക്കാൻ പൈലി ഏൽപ്പിച്ച പണം കൊടുത്തില്ല. അന്നല്ലേ നീ അയാളെ കൊന്നത്. പണം മുഴുവൻ ചാക്കൊച്ചന്റെ കയ്യിലായി. ആ രൂപ മനക്ക് കൊടുത്താ അവൻ ഭൂമി വിലക്ക് വാങ്ങിച്ചത്. പങ്കുകാരുണ്ടെന്നൊക്കെ പറഞ്ഞ് വെറുതെയാ. മല മുഴുവൻ കയ്യിലായപ്പോ അവൻ അടിവെച്ച് കയറ്റമായി. ഇപ്പൊ കാറായി, ജീപ്പായി, സായിപ്പിന്റെ ബംഗ്ലാവും തോട്ടവും കയ്യിലായി. ചാക്കോച്ചൻ ഇന്ന് വയനാട്ടിലെ രാജാവാണ്. പറയുമ്പോ എല്ലാം പറയുന്നല്ലോ. ഞാൻ ഇന്നലെ കോഴിക്കോട് വക്കീലിനെ കാണാൻ പോയപ്പോ ഇവിടുത്തെ 2ാമത്തെ മകൻ അലക്സ് മുതലാളിയുടെ വീട്ടിലൊന്ന് കയറി. ഒരു ചെറിയില്ല ബാക്കി പറയാൻ. ഇവിടുത്തെ മൂത്ത മകനെ കുറിച്ചാണ് പറയുന്നത്. മൂപ്പർക്ക് തടിക്കച്ചവടത്തിന് കാശ് കൊടുക്കാത്തതിനുള്ള ആശിഷ. ജ്യേഷ്ഠാഞ്ചന്മാർ തമ്മിൽ ഇങ്ങനെ കലഹം തുടങ്ങിയാൽ ഇവിടുന്ന് മക്കളും ഉപദേശിക്കണം. ഓ, ഇനി അതിന്റെ കുറവേ ഉള്ളൂ. മൂത്തവനാണെങ്കിൽ കള്ളുകൂടിയും വേണ്ടാത്ത ആഭാസനങ്ങളും, ഇളയവർക്കാണെങ്കിൽ പഠിപ്പിന്റെ കൂടുതലും പണത്തിന്റെ തിളപ്പും. ഞാൻ പലതും പിടിച്ചടക്കി. പക്ഷെ എന്റെ മക്കളെ നിയന്ത്രിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. നമ്മുടെ കുഞ്ഞുമുട്ടി ആയിട്ടുള്ള കേസ് അത് സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുക്കണമെന്ന മാത്തുക്കുട്ടി മലയാളി പറയുന്നത്. അല്ല, ഞാൻ അതിനു വേണ്ടിയിട്ടായിരുന്നു കോഴിക്കോട് വരെ പോയത്. താൻ ഉപദേശിച്ചതാണോ മാത്തുക്കുട്ടിയെ? അല്ല, എന്താ ഇപ്പോ അവിടുന്ന് ഇങ്ങനെ പറയുന്നത്? ആ നമ്പൂതിരിയുടെ കാര്യസ്ഥ പണി നോക്കി താൻ എല്ലാം മുടിച്ചു. ഇപ്പോ എന്റെ മോന്റെ കാര്യസ്ഥനായിട്ട് ഇവിടെ കൂടിയിരിക്കുകയാണ്. കേസും വഴക്കുമായിട്ട് താൻ അവനെ കൂടി മുടിക്കരുത്. തോറ്റു. ഇനി മോൻ പോയി കാപ്പൂടി. എന്തിനാടിയത്? അപ്പച്ചന്റെ വയറ്റുവേദനയ്ക്ക് മുടങ്ങാതെ കഴിക്കണമെന്നല്ലേ ഡോക്ടർ പറഞ്ഞിരിക്കുന്നേ? അമ്മച്ചി, എനിക്കും കാപ്പിതാ. തരാം മോനെ. മാത്തുക്കുട്ടി എണീറ്റോടി? ഇല്ല. അവന് തലയ്ക്ക് വെളി വരുമ്പോ നീ പറ, അലക്സ് വരുന്നുണ്ട്, വഴക്കിനൊന്നും പോണ്ടാന്ന്. അവനോട് സമാധാനം ഞാൻ പറഞ്ഞോളാം.
അതോടെ വയ്ക്കേ. ഇത് മുളക, ഇതിരിക്കട്ടെ. എന്താ അപ്പോടെ ഒരു മണി? മോളിൽ വിളിക്കാം. ഒടുക്കത്തെ 3 പ്രാവശ്യം വാതിൽ ചെന്നതാ കാപ്പിയായിട്ട്. കഥ തുറന്നില്ല. ഇപ്പോഴാ മണി അടിക്കുന്നത്. ഞാൻ കൊണ്ടുകൊള്ളാം. നീ വേഗം അരയ്ക്കാൻ നോക്ക്. അലക്സും ശൈലിയും വരും. അപ്പേ അന്നക്കുട്ടി, ഞാൻ വന്നു എന്നുള്ളത് മാത്തൂട്ടി മലയാളി ഒന്ന് സൂചിപ്പിക്കാം. ശരി. അവൻ എന്തെടുക്കുവാ മേരി? വിളിച്ചാ കേൾക്കത്തില്ല. ജെയിംസാണ് സംസാരിക്കുന്നത്. ആര്? മോളി, പാലയിന്ന് കോള്. നിന്റെ മമ്മി തന്നെ. മോളി ഇവിടെ ഉണ്ട്, കൊടുക്കാം. ഹായ് മമ്മി. കൊണ്ടുവന്നോ? ഡാഡി ഡൽഹിയിൽ നിന്ന് വാങ്ങിച്ച ബെൻസ് കാർ കൊണ്ടുവന്നു. എന്നാ കളറാ? ഓ ഫൈൻ. ഇങ്ങോട്ട് കൊണ്ടുവാ. ഇവിടെ ഉള്ളവരൊന്ന് കാണട്ടെ. ആ അലക്സാൻ ചേട്ടത്തി വന്നെന്ന് തോന്നുന്നു.